മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. അതിലെ ഒരു കാര്യം ആലപ്പുഴയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ കോർഡിനേറ്റർ ശ്രീ ഗോപാലകൃഷ്ണൻജി വിളിച്ചു പറഞ്ഞത്, ഒരു TV ചാനലിൽ ചുറ്റുവട്ടം എന്ന പരിപാടിയിൽ മലയാളിയായ ഒരു മുസ്ലിം സൗദി അറേബ്യയിൽ തൂങ്ങി മരിച്ചു. അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിയമ കുരുക്കുകൾ, അതിനെക്കുറിച്ചിട്ടുള്ള വിവരണമായിരുന്നു ചുറ്റുവട്ടം എന്ന പരിപാടിയിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഈ വ്യക്തിയുടെ ശരീരം സൗദി അറേബ്യയിൽ ദഹിപ്പിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ഞാൻ ഈ യൂട്യൂബ് കാണുന്ന എല്ലാവരോടും, സക്കീർ നായിക്കും MM അക്ബറും ഇവിടത്തെ PDPക്കാരും NDFകാരും പോപ്പുലർ ഫ്രണ്ടുകാരും തീവ്രവാദികളായ മുസ്ലിങ്ങളും ശാന്തരായ മുസ്ലിങ്ങളും ഒന്നിലും ഇടപെടാത്ത മുസ്ലിങ്ങളും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട മുസ്ലിങ്ങളോടും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് അഭിമാനിക്കുന്നു, നിങ്ങളുടെ പുണ്യസ്ഥലം സൗദി അറേബ്യയാണെന്ന് അംഗീകരിക്കുന്നു, ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും ഒരൊറ്റ രക്തമാണെന്ന് ധരിക്കുന്നു, ഒരേ പ്രവാചകന്റെ മക്കളാണ്, അനുയായികളാണെന്ന് ധരിക്കുന്നു, ഹജ്ജിന് പോയവരെല്ലാം ഒരേ അല്ലാഹുവിന്റെ പിന്തുടർച്ചക്കാരാണെന്ന് ധരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ടും കേരളത്തിലെ മുസ്ലിങ്ങളെ, നിങ്ങളുടെ ശവശരീരം ഇത്രയും വലിയ ദേശമായ സൗദി അറേബ്യയിലെ ഒരു മൂലയ്ക്ക് കുഴിച്ചിടാൻ പോലും എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? ഏത് സൗദി അറേബ്യക്കാരനായാലും ലോകത്തിലെ ഏത് മനുഷ്യനായാലും ഇന്ത്യയിൽ വന്നാൽ, അയാളോ അയാളുടെ ബന്ധുക്കളോ മരിച്ചാൽ ശവശരീരം തിരിച്ചു കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ 5 മിനിറ്റിനകം ഇവിടെ ദഹിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ട്. ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും. എന്തുകൊണ്ട് നിങ്ങളുടെ പുണ്യക്ഷേത്രമായ സൗദി അറേബ്യ, നിങ്ങളിൽ പലരും ധരിക്കുന്നു നിങ്ങൾ സൗദി അറേബ്യയിൽ നിന്ന് ഇവിടെ വന്നവരാണെന്ന്. നിങ്ങൾ തന്നെ ചിന്തിക്കുക, എന്തുകൊണ്ട് നിങ്ങളിൽ ഒരുവന്റെ മൃതദേഹം സൗദി അറേബ്യയുടെ മണ്ണിനകത്ത് കുഴിച്ചിടാൻ അവർ വിസമ്മതിക്കുന്നു എന്നുള്ളത്? ഉത്തരം ഞാൻ പറയേണ്ട കാര്യമില്ല, തന്നെ ചിന്തിക്കാം. രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അദ്ദേഹം തന്നെ വിളിച്ചറിയിച്ചത്, ഹക്കീം ഖാൻ എന്ന ആറാട്ടുപുഴക്കാരൻ. ഞാൻ ഇന്നലെ ജന്മഭൂമിയിൽ വായിച്ചത്, ലേഖ നമ്പൂതിരി എന്ന പെൺകുട്ടി ഒരു പൈസ പോലും വാങ്ങിക്കാതെ തൻ്റെ കിഡ്നി 16 ലക്ഷം രൂപ വേറൊരു സ്ഥലത്ത് നിന്ന് ഓഫർ ഉണ്ടായിട്ടും പരമദാരിദ്ര്യത്തിൽ കഴിയുന്ന അവര്, 10-31 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി, 2 കുട്ടികളുടെ അമ്മ, പക്ക RSSന്റെ ജീവചരിത്രം അറിഞ്ഞ് ഒരു സ്വയം സേവികയായി RSSകാരിയായി ജീവിക്കുകയും 2 മക്കളെയും RSSന്റെ ശാഖയിലേക്ക് അയക്കുകയും രോഗിയായ തൻ്റെ ഭർത്താവ് RSS പ്രവർത്തകനായിരിക്കുകയും ചെയ്തിട്ടും 16 ലക്ഷം രൂപ ഓഫർ കിട്ടിയിട്ടും ഒരു മുസ്ലിമിന്, പാലക്കാടിലുള്ള ഒരു ഹാസിം എന്ന മുസ്ലിമിന് തൻ്റെ കിഡ്നി കൊടുത്തത്, ആ കൊടുത്തതിൻ്റെ തിന്മ നിറഞ്ഞ ഫലങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്നും കിഡ്നി സ്വീകരിച്ച് ഇന്ന് ജീവിക്കുന്നതുമായ മുസ്ലിമിന്റെ വീട്ടുകാരിൽ നിന്നും മുസ്ലിമിൽ നിന്നും ആ ലേഖ നമ്പൂതിരി അനുഭവിക്കേണ്ടി വന്ന വേദനാജനകമായ അനുഭവം സത്യമാണോ എന്നറിയാൻ ആറാട്ടുപുഴക്കാരനായ ഹക്കീം ഖാൻ 1 മണിക്കൂറോളം അവരുടെ കൂട്ടത്തിൽ ചെലവഴിച്ച് സംസാരിച്ചപ്പോൾ ആ വ്യക്തിക്കുണ്ടായ അനുഭവങ്ങൾ, ഫീലിംഗ്, വികാരങ്ങളും വിചാരങ്ങളും അദ്ദേഹം, ഒരു മുസ്ലിമായ ഹക്കീം ഖാൻ ജന്മഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. ജന്മഭൂമിയിൽ എഴുതിയത് 100% സത്യമാണ്. ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു വ്യക്തിയെ സഹായിക്കാൻ ഒരു ലേഖ നമ്പൂതിരി പെൺകുട്ടി മുമ്പോട്ട് വന്നതിൻ്റെ
വേദന ആ പെൺകുട്ടി ഇന്നും അനുഭവിക്കുന്നതിൻ്റെ ദുഃഖം എന്ന് മുസ്ലിം സമുദായം തിരിച്ചറിയുമെന്ന ചോദ്യത്തോടു കൂടിയാണ് മുസ്ലിമായ ഹക്കീം ഖാൻ RSSകാരുടെ പത്രമായ ജന്മഭൂമിയിൽ എഴുതിയിരിക്കുന്നത്. ഇനി മൂന്നാമതൊരു പോയിന്റ്, ഞാൻ ഇതുമാതിരിയുള്ള പ്രഭാഷണം സന്ദേശം യൂട്യൂബിൽ മുസ്ലിങ്ങളെക്കുറിച്ച് അപ്ലോഡ് ചെയ്തപ്പോൾ ഒരാൾ അതിലെഴുതി മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് മാത്രമാണ് ഇങ്ങനെ എഴുതാൻ കാരണമെന്ന്. സത്യത്തിൽ ഞാൻ പറയാം, ഹിന്ദുക്കളുടെ ഇടയിൽ നിങ്ങളൊരു സർവേ നടത്തി നോക്കുക, മുസ്ലിങ്ങളോടുള്ള അവരുടെ വികാരം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുവിനോടും കോൺഗ്രസ്സുകാരായ ഹിന്ദുവിനോടും BJPക്കാരനായ ഹിന്ദുവിനോടും ഇതിലൊന്നിലും പെടാത്ത ഹിന്ദുവിനോടും ചോദിക്കുക. ഓരോ മുസ്ലിമും, ഇവിടുത്തെ മുസ്ലിം ലീഗുകളും ഇവിടുത്തെ മഹല്ലുകാരും ഇവിടുത്തെ പള്ളിക്കാരും ചെയ്യുന്നതിൻ എന്താണെന്നും അവരോടുള്ള ഹിന്ദുക്കളുടെ വികാരം എന്താണെന്നും ഒന്ന് വെറുതെ മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും റെയിൽവേ കമ്പാർട്ട്മെന്റിൽ കയറുമ്പോൾ ആ കമ്പാർട്ട്മെന്റിൽ ഈ താടി വെച്ച് തലമുടി വടിച്ച് തലപ്പാവും കെട്ടി മുട്ടിന് താഴെ എന്നാൽ കടങ്കാലിന് മുകളിൽ മുണ്ടുമുടുത്ത് കയറുന്ന മുസ്ലിങ്ങൾ ഒരു കമ്പാർട്ട്മെന്റിനകത്ത് കയറിയാൽ ആ കമ്പാർട്ട്മെന്റിനകത്തുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെയും മുഖത്തിലുണ്ടാവുന്ന മാറ്റം നിങ്ങളൊന്ന് അറിയാം. ഇങ്ങനെ ആയിരുന്നില്ല ഭാരതത്തിൽ. ഇത് ഇടക്കാലത്ത് ഉണ്ടാക്കി വെച്ചതാണ്. ഈ പർദ്ദയിട്ട സ്ത്രീകൾ അടുത്ത് വന്നിരിക്കുമ്പോൾ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മറ്റുള്ളവരുടെയും മനസ്സിലുണ്ടാകുന്ന വികാരം, നിങ്ങളുടെ എല്ലാവരുടെയും ധാരണ നിങ്ങളേതോ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണെന്നാണ്. ധാർഷ്ട്യവും ഞങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കുമെന്നുള്ള അഹങ്കാരവും കൊണ്ട് നടക്കുന്ന മുസ്ലിങ്ങളെ ആരെങ്കിലുമൊക്കെ വെറുത്താൽ അത് വെറുക്കുന്നവന്റെ കുറ്റമല്ല, അത് വെറുക്കപ്പെടാൻ പാകത്തിന് പ്രവർത്തിക്കുന്നവരുടെ കുറ്റവും കൂടിയാണ്. ഒരു വലിയ സമൂഹം മൊത്തത്തിൽ ഒരു വിഭാഗത്തെ വെറുക്കുന്നു എങ്കിൽ അത് വലിയ സമൂഹത്തിൻ്റെ കുറ്റമാവാൻ സാധ്യതയില്ല. വെറുക്കപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും തിന്മകളും മാത്രം പ്രവർത്തിക്കുകയും ഈ ഹൈന്ദവ ജനതയുടെ ഭൂരിപക്ഷമുള്ള ഹൈന്ദവ ജനതയുടെ മണ്ണിൽ ഹിന്ദുക്കൾക്കെതിരെ കൊലയും കൊള്ളിവെപ്പും കള്ളത്തരവും കള്ളക്കച്ചടവും നടത്തുകയും ചെയ്യുന്ന, കൊട്ടേഷൻ സംഘവും ഗുണ്ടായുസവും നടത്തുന്ന, പറ്റിക്കലും ചതിയും വഞ്ചിക്കലും നടത്തുന്നതിൻ്റെ മൂർത്തിമത് ഭാവമായിട്ട് ഒരു മതത്തെ ലോക ജനത കാണുന്നു അല്ലെങ്കിൽ ഭയപ്പെടുന്നു എങ്കിൽ പച്ചയ്ക്ക് 21ാം നൂറ്റാണ്ടിൽ ഒരു അമേരിക്കക്കാരൻ്റെ കഴുത്ത് കോഴിയെ അറക്കുന്ന മാതിരി അറുത്തു എങ്കിൽ അത് ആ വ്യക്തിയിൽ മാത്രം ആരോപിക്കപ്പെടുന്നതല്ല. ദൈവത്തിൻ്റെ പേരിലോ ജിഹാദിൻ്റെ പേരിലോ വാശിയുടെയും പകയുടെയും പേരിലോ ഒരു സമുദായത്തിൻ്റെ പ്രതിനിധികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള തിന്മകളുടെ പ്രതിഫലനമാണ് ഈ വെറുപ്പ് എന്നുള്ള വികാരം നിങ്ങളുടെ നേരെ കുറേ പേർക്കെങ്കിലും ഉണ്ടായത്. കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അങ്ങനെ ഒരു വികാരം ഉണ്ടാവാൻ സാധ്യതയില്ല. കുറേ അധികം BJPക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾക്ക് മാസ് വോട്ട് ബാങ്ക് ഉണ്ട്. അത് കാരണം നിങ്ങളെ പുകഴ്ത്തിയും നിങ്ങളെ പറ്റിച്ചും നിങ്ങളെ ചതിച്ചും നിങ്ങളെ വഞ്ചിച്ചും പരമാവധി വോട്ട് ഈ കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കിട്ടാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് അവരുടെ കാര്യം നേടാനും അവർക്ക് ഭൂരിപക്ഷത്തോടു കൂടി ഭരിക്കാനും കൈയിട്ട് വാരാനും പരസ്പരം പൊതുസ്വത്ത് പങ്കുവെക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പരക്കം പാച്ചിലിലാണ് അവർ മുസ്ലിങ്ങളോട് ബഹുമാനമോ സ്നേഹമോ പുറത്ത് കാണിക്കുന്നതും അകത്ത് അതേപോലെയുള്ള വെറുപ്പ് നിലനിർത്തുന്നതും എന്ന് ഇന്ന് ചിന്തിച്ചു നോക്കാം. ആ ഒരു പ്രക്രിയ ഒന്ന് നന്മയിലേക്ക് പോയാൽ തീർച്ചയായിട്ടും മുസ്ലിങ്ങളോട് ഒരു വെറുപ്പും ഒരാൾക്കും ഉണ്ടാവില്ല. ഈ സക്കീർ നായിക്കിനെ പോലെയും MM അക്ബറെ പോലെയും ശുദ്ധ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവര് ഇസ്ലാം മതം ശ്രേഷ്ഠമാണെങ്കിൽ, പ്രവാചകൻ ശ്രേഷ്ഠനാണെങ്കിൽ, അതുപോലെ തന്നെ ഖുർആനാണ് ഏറ്റവും പവിത്രമെങ്കിൽ പിന്നെ എന്തിനാ ഈ വേദത്തെ കൂട്ടുപിടിച്ച് കൽക്കി പുരാണത്തെ കൂട്ടുപിടിച്ച് ഭവിഷ്യപുരാണത്തെ കൂട്ടുപിടിച്ച് ഈ പ്രവാചകനായ മുഹമ്മദ് നബി എന്ന് പറയുന്ന
ആരാധ്യ വ്യക്തി വേദത്തിലുണ്ട്, പുരാണത്തിലുണ്ട്, കൽക്കിയാണ് എന്നെല്ലാം പറഞ്ഞ് പട്ടാപ്പകല് മറ്റെല്ലാ കാര്യത്തിലും പറ്റിക്കലും ചതിയും വഞ്ചനയും മാത്രം ചെയ്ത് ശീലിച്ച ഒരു സമുദായത്തിലെ ഒരു സക്കീർ നായിക്ക് വേദത്തിൽ പ്രവാചകനുണ്ട്, അള്ളാഹു ഉണ്ടെന്ന് പറഞ്ഞ് നടന്ന് എന്ത് നേടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സാധാരണ രീതിയിൽ ആയുർവേദത്തിൽ ഒരു ചൊല്ലുണ്ട്, കണ്ടകാരി അതില്ലെങ്കിൽ ചുണ്ടവേരങ്ങ് ചേർക്കണം, ചുണ്ടവേരതില്ലെങ്കിൽ കണ്ടവേരങ്ങ് ചേർക്കണം. കണ്ടകാരി എന്ന് പറയുന്ന ഒരു മരത്തിന്റെ വേര് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ചുണ്ടവേര് ചേർക്കാം, ചുണ്ടങ്ങയുടെ വേര് ചേർക്കാം. ചുണ്ടങ്ങയുടെ വേരില്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും വേരെടുത്ത് ചേർക്കാം. ഇത് കളിയാക്കിക്കൊണ്ട് പറയുന്നതാണ്, ആധികാരികമായിട്ട് പറയുന്നതല്ല. ഇത് തന്നെയാണ് പ്രവാചകനെയും അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളുമെല്ലാം വിറ്റഴിക്കാനും ചെലവഴിക്കാനും കോർപ്പറേറ്റ് ബിസിനസ്സായിട്ട് നടത്താനും പറ്റാതെ വരുമ്പോൾ ആ പ്രവാചകനെക്കുറിച്ചും പുസ്തകത്തെക്കുറിച്ചും വേദത്തിലുണ്ട്, പുരാണത്തിലുണ്ട് എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ പറ്റിക്കാനാണ്. കണ്ടകാരി അതില്ലെങ്കിൽ ചുണ്ടവേരങ്ങ് ചേർക്കാം. ആ ഹിന്ദുക്കളെ പറ്റിക്കല് ഒരു മതത്തിന്റെ തന്നെ സ്വഭാവമായി മാറുക. എന്നിട്ട് ധാർഷ്ട്യത്തോടുകൂടി കുറേ യുവാക്കൾ വെല്ലുവിളിക്കാം, നിങ്ങൾക്കിതൊക്കെ അറിയാമെങ്കിൽ നേരിട്ട് സക്കീർ നായിക്കിനെ വെല്ലുവിളിച്ചുകൂടെ എന്നൊരു ചോദ്യം. അതായത് ഈ ലോകത്തിലുള്ള കള്ളന്മാരെ എല്ലാവരെയും ചെന്ന് വെല്ലുവിളിച്ച് നിങ്ങൾ കള്ളത്തരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് നടക്കൽ ഒരു ദൗത്യമായിട്ട് എടുക്കണം. ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി കള്ളന്മാരുടെ അടുത്ത് എന്നിട്ട് പറയണം, നിങ്ങൾ ചെയ്യുന്നത് കള്ളത്തരാണ്, അവരല്ല എന്ന് പറയുമ്പോൾ പിന്നെ വാദിക്കണം, എന്നിട്ട് അയാളെ ജയിക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ അടുത്ത കള്ളത്തരം തുടങ്ങും, അടുത്ത വീട്ടിൽ കക്കാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും ഞാൻ ചെന്ന് അയാളോട് വാദിക്കണം. അല്പമെങ്കിലും തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതുമാതിരി മണ്ടത്തരം വിളിച്ചു പറയുന്ന സക്കീർ നായിക്കിനെയൊക്കെ സമൂഹം വെച്ച് പൊറുപ്പിക്കും. ഒന്നുകൂടി ആലോചിച്ച് നോക്കാം. ഏതെങ്കിലും ഹിന്ദു പറയുന്നുണ്ടോ, ഏതെങ്കിലും ഹിന്ദു പറയുന്നുണ്ടോ ഹൈന്ദവ ദൈവസങ്കല്പം ആണ് ഖുറാനിലുള്ളത്, ബൈബിളിലുള്ളത്, നമ്മുടെ ഈശ്വരനാണ് യഹോവ, നമ്മുടെ ഈശ്വരനാണ് അള്ളാഹു എന്ന് പറയുന്നില്ല. കാരണം ഒരു മഹാസാഗരത്തിന് ആ സാഗരത്തെ വലുതാണെന്ന് തെളിയിക്കാൻ ഒരു പുഴയോട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പുഴയ്ക്ക് മാത്രമേ താൻ മഹാനാണെന്ന് തെളിയിക്കാൻ സമുദ്രത്തോട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഒരു ആനയ്ക്ക് ഞാൻ പട്ടിയേക്കാൾ വലുതാണെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല, പട്ടിക്കാണ് ഞാൻ ആനയോളം ശക്തിയുള്ളവനാണെന്ന് തെളിയിക്കേണ്ടി വരിക. ഇതൊക്കെ സാമാന്യ സെൻസുള്ളതാ. ഇതൊക്കെ യൂട്യൂബിലൂടെ കേട്ട് വേണ്ട വിവരം വെക്കാൻ എന്നുകൂടി ഞാൻ അറിയിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ഈ ഖുറാനെ കുറിച്ചൊക്കെ പറയുന്നത് വിവരിക്കാം. മാതൃഭൂമിയിൽ വന്നതാണ്. EKM പന്നൂർ എന്ന് പറയുന്ന ആള് തിന്മയെ നന്മ കൊണ്ട് പൊതിയുക എന്ന ഇസ്ലാം മതത്തിലെ അനുയായികൾ ഒരിക്കലും ജീവിതത്തിൽ പകർത്താത്ത ഒരു സന്ദേശം പ്രവാചകൻ നൽകിയത് നിങ്ങളോട് പറയുകയാണ്. അദ്ദേഹം നബി തിരുമേനി പറഞ്ഞു, നീ എവിടെയായിരുന്നാലും അല്ലാഹുവെ സൂക്ഷിക്കുക, തിന്മകളെ നന്മകൾ കൊണ്ട് പൊതിയുക, എങ്കിൽ അത് തിന്മയെ മാച്ചുകളയും, ജനങ്ങളോട് നീ നല്ല നിലയിൽ പെരുമാറുകയും ചെയ്യുക. ഈ ഒരു വരി ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനോട് പറഞ്ഞാൽ ആ ഹിന്ദുവിന്റെ പ്രതികരണം എന്തായിരിക്കുന്നറിയോ? ശരിയായിരിക്കാം, ഇതൊക്കെ നബി തിരുമേനി പറഞ്ഞതായിരിക്കാം, ഖുറാനിലുള്ളതായിരിക്കാം. ഇവിടത്തെ മുസ്ലിങ്ങൾ 10 ജന്മം ജനിച്ചാലും ഈ വരിയുടെ അനുസരിച്ചായിരിക്കില്ല അവർ ജീവിക്കുക. തിന്മയെ നന്മ കൊണ്ട് പൊതിയുക എന്നുള്ളതിന് വേറൊരു അർത്ഥവും കൂടിയുണ്ട്. അകത്ത് തിന്മ വെച്ച് പുറത്ത് നന്മ കാണിക്കുക. അതാണെങ്കിൽ അതാണ് പലപ്പോഴും ഇവിടുത്തെ മുസ്ലിങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല, ജനങ്ങളോട് നീ നല്ല നിലയിൽ പെരുമാറുക. അങ്ങനെ മുസ്ലിങ്ങൾ ഭൂരിഭാഗവും ചെയ്യുന്നുണ്ട്, കുറച്ചുപേര് ചെയ്യുന്നുണ്ട്, ഒരു സംശയമില്ല, ഒരു സംശയമില്ല. ബഹ്റൈനില് 2 വർഷം മുമ്പ് ബഹ്റൈൻ മലയാളി സമാജത്തിന്റെ ഒരു പരിപാടിക്ക് നവരാത്രിയോടനുബന്ധിച്ച് എഴുത്തിനിരുത്ത് പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ പോവുകയുണ്ടായി. ബഹ്റൈനില് മലയാളി സമാജമാണ്, ബഹ്റൈൻ മലയാളി അസോസിയേഷനാണ് സംഘടിപ്പിച്ചത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്, ഏറ്റവും ശക്തനായിട്ട് പ്രവർത്തിച്ചത് ഒരു മാത്യു എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്ത് ഡിവോട്ടഡ് ആയിട്ട് രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് വന്ന് എഴുത്തിനിരുത്തൽ പരിപാടി അതിഗംഭീരമായിട്ട് നടത്തിയെന്ന് മാത്രമല്ല, ഒരു സാധാരണക്കാരനായ എൻ്റെ കാല് തൊട്ട് അദ്ദേഹം വന്ദിക്കുകയും കൂടി ചെയ്തു. അത് വലിയ കാര്യം എന്ന് പറയല്ല. ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ചെയ്യാൻ ധൈര്യപ്പെടാത്തതും താല്പര്യപ്പെടാത്തതുമായിട്ടുള്ളത് അദ്ദേഹം ചെയ്തു.
ആ മാത്യു സാറിന്റെ വലത്തെ കൈയായിട്ട് രാപ്പകല് പ്രവർത്തിച്ചത് മലപ്പുറത്തുകാരനായ ഒരു അബ്ദുൾ ഖാദർ എന്ന വ്യക്തിയാണ്. അബ്ദുൾ ഖാദറിനെയാണ് എഴുത്തിനിരുത്ത് പരിപാടിയുടെ കൺവീനറായിട്ട് നിശ്ചയിച്ചത്. ഓർമ്മിക്കാം, ആ അബ്ദുൾ ഖാദർ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് പറഞ്ഞത്, സാറിനെ കാണാൻ സാധിച്ചത് ജീവിതത്തിൽ ഒരു പുണ്യമാണ്. ഞാൻ അയാളോട് പറഞ്ഞു, അബ്ദുൾ ഖാദറെ, തന്നെ പോലൊരു 10 പേരുണ്ടെങ്കിൽ കേരളത്തെ മാറ്റാൻ ഒരു വിഷമവും ഇല്ല. എനിക്ക് തൻ്റെ ചിത്രവും തൻ്റെ പേരും എൻ്റെ മനസ്സിൽ നിന്ന് ഈ ജന്മത്തിൽ മായില്ല അബ്ദുൾ ഖാദറെ. എൻ്റെ ഒരു അനിയനെ പോലെ എന്നും ഉണ്ടാവും. എന്താവശ്യത്തിനും അബ്ദുൾ ഖാദർ എന്നെ വിളിച്ചോളൂ. ഗോപാലകൃഷ്ണന് ജീവനുണ്ടെങ്കിൽ അബ്ദുൾ ഖാദറിന്റെ കാര്യം ചെയ്തിട്ടേ ബാക്കിയുള്ളത് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഈ അബ്ദുൾ ഖാദറും ഈ മാത്യുവും പിന്നെ പ്രസിഡന്റായിട്ടുണ്ടായിരുന്ന മോഹൻദാസും ഇവര് ഈ എഴുത്തിനിരുത്തൽ പരിപാടി നടത്തിയതിനെ ചന്ദ്രികയും മാധ്യമവും നഖശികാന്തം എതിർത്തു എന്നുള്ളത് കൂടി ഓർമ്മിക്കാം. എതിർത്തു എന്ന് മാത്രമല്ല, തനി വർഗീയമായ പരിപാടി ബഹ്റിന്റെ മണ്ണിൽ നടത്തി എന്ന് പറഞ്ഞിട്ടാണ് അവർ എതിർത്തത്. പിന്നീട് കഴിഞ്ഞ വർഷം ഞാൻ ബഹ്റിനിൽ പോയി വേറെ ഒരു സമാജത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തു. ആ പരിപാടിയിൽ പങ്കെടുത്തതും അതും എഴുത്തിനിരുത്തലായിരുന്നു. അന്ന് മാധ്യമം 3 ദിവസം ഞാൻ ബഹ്റിനിലുണ്ടായിരുന്നു. മാധ്യമം ഫ്രണ്ട് പേജിലും 3 ദിവസവും ഈ 2 വലിയ വാർത്തയും ഇന്റർവ്യൂവുമാണ് കൊടുത്തത്. വളരെ ഗംഭീരമായിട്ട് അവർ കൊടുത്തിരുന്നു, ചന്ദ്രികയും കൊടുത്തിരുന്നു. ഈ മാറ്റം അസാധാരണമാം വിധം ഹൈന്ദവ ജനതയെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ബഹ്റിനിലെ അനവധി ഹിന്ദുക്കൾ മാധ്യമം എന്ന പത്രം അവിടെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഈ നബി തിരുമേനി പറഞ്ഞത്, ജനങ്ങളോട് നീ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുക, അങ്ങനെ ജീവിതത്തിന്റെ 90% തിന്മ ചെയ്തിട്ട് 10% നന്മ ചെയ്താൽ പോലും മുസ്ലിങ്ങളെ നിങ്ങളെ സ്വീകരിക്കാൻ ഹൈന്ദവ ജനത തയ്യാറാണ്. നിങ്ങളിൽ എല്ലാവരും അല്ല തിന്മ ചെയ്യുന്നത്, ഒത്തിരി പേര് തിന്മ ചെയ്യുന്നുണ്ട്. ആ തിന്മ ചെയ്യുന്നതിനെ നിങ്ങളിൽ പലരും എതിർക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എതിർക്കുന്നില്ല എന്ന ബോധമാണ് ഭാരതീയ ജനതയിൽ ഉണ്ടായിരിക്കുന്നത്. നബി തിരുമേനി നല്ലത് പറഞ്ഞിട്ടുണ്ടാവും, കൃഷ്ണൻ നല്ലത് പറഞ്ഞിട്ടുണ്ടാവാം, യേശുക്രിസ്തു നല്ലത് പറഞ്ഞിട്ടുണ്ടാവാം. ഇതൊന്നും അവരവരുടെ അനുയായികൾ ജീവിതത്തിൽ പകർത്തുന്നില്ല എങ്കിൽ പുസ്തകത്തിൽ നല്ലത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് കൂടി ചിന്തിക്കാൻ ശ്രമിക്കാം. അടുത്തത് അദ്ദേഹം തന്നെ എഴുതിയ, വിശ്വാസി ഗുണകാംക്ഷിയാവണം. തൻ്റെ ഒരു പ്രവർത്തനവും സമൂഹത്തിന് ഹാനികരമാകരുത് എന്ന സൂക്ഷ്മത വിശ്വാസിയിൽ വളർത്താനാണ് നബി ഗുണകാംക്ഷികളെ കുറിച്ച് പറഞ്ഞത്. ഗുണകാംക്ഷിയെക്കുറിച്ച് നബി പറഞ്ഞത്, തൻ്റെ ഒരു പ്രവർത്തനവും സമൂഹത്തിന് ഹാനികരമാകരുത്. ഓരോരുത്തരും തൻ്റെ ഗുണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും അവരെന്നെ അതെങ്ങനെ ബാധിക്കും എന്ന് ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ സമൂഹത്തിന്റെ നിലനിൽപ്പ് അവതാളത്തിലാകും. വ്യക്തി സ്വാതന്ത്ര്യം സാമൂഹിക സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ ആരും ഉപയോഗപ്പെടുത്തരുത് എന്നതും ഈ നബിവചനത്തിന്റെ താല്പര്യമാണ്. സത്യമാണോ പന്നൂർ സാറേ, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? നബി തിരുമേനി പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നബി തിരുമേനി ഇതൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു മുസ്ലിം എന്നും അവനവന്റെ കാര്യവും അവനവന്റെ കുടുംബത്തിന്റെയും അവനവന്റെ മതത്തിന്റെയും കാര്യവും മാത്രം നോക്കിയല്ലേ കേരളത്തിൽ പെരുമാറുന്നത്? എവിടെ നോക്കിയാലും. അല്ലെങ്കിൽ അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് പോകുന്നവര് കോച്ചി വലിക്കുന്ന തണുപ്പത്ത് തമ്പടിച്ചിരുന്ന ടെന്റ് കത്തിക്കാൻ, അല്ലെങ്കിൽ വെടിവെച്ച് വീഴ്ത്താൻ, ജമ്മു കാശ്മീരിലേക്ക് പോകുന്ന ഹിന്ദുക്കളെ സൂചിമുനയിൽ നിർത്താൻ, ഇതൊക്കെ ഒരു വലിയ സമൂഹത്തിന് സാധിക്കുന്നു എങ്കിൽ, മുസ്ലിം സമൂഹത്തിന് സാധിക്കുന്നു എങ്കിൽ, ഈ മുഹമ്മദ് നബിയുടെ തിരുവചനവും നിങ്ങളുടെ പ്രവൃത്തിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കാം. അടുത്തത് PMA ഗഫൂർ എഴുതിയ സത്യമുള്ള വഴി എന്ന പ്രവാചക മാർഗം മാതൃഭൂമി റംസാൻ പീരീഡിൽ എഴുതിയതാണ്. തിരുനബി പഠിപ്പിക്കുന്നു, സത്യവിശ്വാസി സാത്വികനും മാന്യനുമായിരിക്കണം, വഞ്ചകനും മാന്യതയില്ലാത്തവനുമാകരുത്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ വിവരിക്കുകയുണ്ടായി. നമ്മെ വിശ്വസിക്കുന്നവരെ ചതിക്കുന്നതാണ് വലിയ അപരാധമെന്ന് തിരുനബി പറയുന്നുണ്ട്. വ്യക്തിത്വം ഇടിഞ്ഞു തകരുന്നതിന്റെ കാരണമാണത്. പറ്റിച്ചും ചതിച്ചുമുള്ള ജീവിതം ആപത്ത് മാത്രമല്ല അസുഖവുമാണ്. തിരുനബി
ഏറെ ജാഗ്രത കാണിച്ച ജീവിതശീലമായിരുന്നു ഇത്. വിശ്വാസ്യത തകർന്നു പോകുന്ന നിസ്സാര കർമ്മങ്ങൾ പോലും അവിടുന്ന് അനുവദിക്കുകയോ ചെയ്തിട്ടില്ല. ഇതിന് ഞാൻ ഒരു സിമ്പിൾ സംഭവം മാത്രം നേരത്തെ പറഞ്ഞതാണ്, ഒന്ന് ആവർത്തിക്കാം. ഞാൻ കാനഡയിൽ കുറേ കാലം ഉണ്ടായിരുന്നു. ആർട്ടിക് ഓഷ്യന്റെ അടുത്താണ് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ എഡ്മണ്ടണിലാണ് ഉണ്ടായിരുന്നത്. അവിടെ എനിക്ക് താങ്ങൻ തണലുമായിരുന്ന ഒരു വേണുചേട്ടൻ ഉണ്ടായിരുന്നു. സത്യസായി ബാബയുടെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ മകന്റെ പേര് അശോക് എന്നാണ്. ഞങ്ങൾ അദ്ദേഹത്തിനെ ഷോക്ക് എന്നാ വിളിക്കാം. ഈ അശോകിന് പിന്നെ കൂട്ടത്തിലുള്ളവർ ചേർന്ന് 65 പേർക്ക് അമേരിക്കയിൽ ഫ്ലൈറ്റിൽ അവർക്ക് പൈലറ്റായിട്ട് ട്രെയിനിങ് കൊടുക്കായിരുന്നു. 65 പേർക്ക് അമേരിക്കയിൽ പൈലറ്റ് ട്രെയിനിങ് കൊടുത്ത് അവരുടെ കുറേ മാസത്തെ ട്രെയിനിങ്ങും ജീവിതചര്യയും എല്ലാം പാകപ്പെടുത്തിയതിനു ശേഷം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ദിവസത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം CIA റിപ്പോർട്ട് കളക്ട് ചെയ്യാറുണ്ട്. 65 പേരുടെയും CIA റിപ്പോർട്ട് കളക്ട് ചെയ്തപ്പോൾ 65 പേരിൽ ഒരാള് അമേരിക്കക്കാരന്റെ ഇംഗ്ലീഷുകാരന്റെ പേരുള്ള മുസ്ലിമാണ്, മുസ്ലിം പേരല്ല ഇംഗ്ലീഷ് പേരുള്ള മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി എന്താണ് ചെയ്തതെന്നറിയാമോ? 65 പേരുടെയും എൻറോൾമെന്റ് ക്യാൻസൽ ചെയ്തു. ഒരാൾ മുസ്ലിമാണെന്ന് അറിഞ്ഞതോടുകൂടി 65 പേരുടെയും എൻറോൾമെന്റ് ക്യാൻസൽ ചെയ്തു എന്ന് വേണുചേട്ടൻ, അശോകിന്റെ അച്ഛൻ, എന്നെ വിളിച്ചു പറഞ്ഞപ്പോ ലോക ജനത മുസ്ലിങ്ങളെ ഇനിയൊരു വിമാനം പറപ്പിക്കൽ ഏൽപ്പിക്കാൻ എത്ര ഭയപ്പെടുന്നു എന്നുള്ളതിന് തെളിവാണത്. അതായത് സത്യവിശ്വാസി സാത്വികനും മാന്യനുമായിരിക്കണം, വഞ്ചകനും മാന്യതയില്ലാത്തവനുമാകരുത്. എന്തുകൊണ്ടാണ് അമേരിക്കൻ ഭരണകൂടം ഒരു മുസ്ലിമുള്ള 64 മറ്റുള്ളവരുള്ള ഒരു ഗ്രൂപ്പിനെ ട്രെയിനിങ് കൊടുത്ത് ആ ചെലവ് വഹിച്ച് അവരെ പൈലറ്റ് ആക്കാതെ എല്ലാവരെയും പറഞ്ഞയച്ചത്? ഒരുവനെ മാത്രം പറഞ്ഞയച്ചാൽ അയാൾ കോടതിയിൽ പോയിട്ട് തിരിച്ചു കയറിയാൽ എന്നും അമേരിക്കൻ ജനതയ്ക്ക് ഒരു തലവേദനയായിരിക്കും. എല്ലാവരെയും പറഞ്ഞയച്ചാൽ ട്രെയിനിങ് മുഴുവനും കൊടുത്തിട്ടില്ല, അതിൽ ചിലരുടെ ബിഹേവിയർ ശരിയല്ലാത്തത് കൊണ്ടാണ് അവരെ ടെർമിനേറ്റ് ചെയ്തതെന്ന് കോടതിയിൽ വാദിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കാം, ഈ തിരുമേനി പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. അടുത്തത് തിരുനബിയുടെ ജ്ഞാനദാഹം. ഓരോ ദിവസവും പ്രഭാത നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുവേ, നിന്നോട് ഞാൻ ഇപ്രകാരമായ ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു. യഥാർത്ഥത്തില് മുസ്ലിങ്ങൾ അറിവ് നേടാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പൊ വിദ്യാലയങ്ങൾ നേടാനും +2 നേടാനും കോളേജുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും നേടാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ കയ്യിലായത് കാരണം അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യുന്നു എന്നല്ലാതെ യഥാർത്ഥത്തില് ഉപകാരപ്രദമായ ജ്ഞാനം നേടാൻ ശ്രമിച്ചാൽ ഇവരെത്രയോ സംസ്കാര സമ്പന്നരാകുമായിരുന്നു. ഈ പച്ചയ്ക്ക് കഴുത്തറക്കലും വിമാനത്താവളം കയറി അറ്റാക്ക് ചെയ്യലും വിമാനം ഉപയോഗിച്ച് ഓരോ കെട്ടിടം ഇടിച്ച് തകർക്കലും നിരന്തരം ബോംബ് പള്ളിക്കകത്തും മോസ്കിനകത്തും വെക്കുകയും ഇങ്ങനെയുള്ള തിന്മകളൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമായി മാറുമായിരുന്നു. ഉപകാരപ്രദമായ അറിവ് നൽകണമെന്ന തിരുനബിയുടെ വരികൾ മുസ്ലിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നെങ്കിൽ അതിൻ്റെ EKM പന്നൂർ തന്നെ എഴുതിയ തിരുനബിയുടെ ജ്ഞാനദാഹം എന്ന ആ ലേഖനത്തിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു: പ്രവാചകന്റെ വ്യക്തിത്വത്തിന്റെ പ്രധാന ഘടകം വാക്കുകളും പ്രവൃത്തികളും തമ്മിലുള്ള പൊരുത്തമായിരുന്നു. ഞാൻ അതിന്റെ കൂട്ടത്തിൽ ഒരു വരി കൂടി ചേർക്കാം: പ്രവാചകന്റെ അനുയായികളുടെ വ്യക്തിത്വത്തിന്റെ അപജയത്തിന്റെ പ്രധാന ഘടകം വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തവുമില്ല എന്നുള്ളതാണ്. അപ്പൊ പ്രവാചകന്റെ വാക്കുകളും പ്രവൃത്തിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്, നല്ലതാണ്. അനുയായികളുടെ നേരെ ഓപ്പോസിറ്റാണ് എന്നുള്ളതാണ് സത്യം എന്നും തിരിച്ചറിയണം. സക്കാത്തിന്റെ അവകാശികൾ, അത് ഞാൻ പറയേണ്ട കാര്യമില്ല. പാവപ്പെട്ടവർക്ക് പണമുള്ളവർ കൊടുക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള കാര്യം. അത് എല്ലാ ഹിന്ദുക്കളും പറയാറുണ്ട്: ജനസേവ ജനാർദ്ദന സേവ, നരസേവ നാരായണ സേവ, മാനവസേവ മാധവസേവ എന്നും. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ
അർത്ഥം തന്നെ ഇതാ, കാമയേ ദുഃഖതപ്താനാം പ്രാണിനാം അർത്ഥനാശനം. എനിക്ക് രാജ്യം വേണ്ട, ഭരണം വേണ്ട, സർവചരാചരങ്ങൾക്കും ദുഃഖമില്ലാത്തൊരവസ്ഥയെ ഉണ്ടാക്കണമെന്ന് മാത്രമാണ് പ്രാർത്ഥന എന്ന് ഓരോ രാജാവും പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥന നന്മകൾ തന്നെയാണ്. പിന്നെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് എഴുതിയ ഒരു ലേഖനമുണ്ട്. അത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി. ആരാധനയിലെ ലാളിത്യം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പ്രവാചക മാർഗം മാതൃഭൂമിയിലെ റംസാൻ പീരീഡിൽ എഴുതിയത്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ഈശ്വര സാമീപ്യത്തിന് ഏറ്റവും ലളിതമായ മാർഗം പഠിപ്പിച്ചതാണ് പ്രവാചകന്റെ മറ്റൊരു നേട്ടം. മനുഷ്യബലിയും മറ്റു ബലിയർപ്പണങ്ങളും അവസാനിപ്പിച്ച് മനുഷ്യന് ഈശ്വരനുമായി നേരിട്ട് ബന്ധപ്പെടാൻ അവസരമൊരുക്കിയ പ്രവാചകന്റെ അധ്യാപനം വിപ്ലവകരം തന്നെ. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് വളരെ പ്രഗത്ഭനാണ്, എനിക്ക് നല്ലോണം അറിയാവുന്ന ആൾ. കയ്യടി കിട്ടാൻ വേണ്ടി മാത്രമല്ല ഇങ്ങനെ എഴുതിയത്. മനുഷ്യബലിയും മറ്റു ബലികളും പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കി എന്ന് അദ്ദേഹം വാചക കസർത്ത് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബക്രീദിന് ഞാൻ ബഹ്റൈനിലായിരുന്നു. ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ ഈ ബക്രീദിന്റെ മുമ്പിലത്തെ ദിവസം എൻ്റെ അടുത്ത് വന്ന് എന്നെ കൊണ്ടുപോയവർ പറഞ്ഞു, സാറ് ഹോട്ടലിൽ താമസിക്കണ്ട, എൻ്റെ വീട്ടിൽ നാളെ ഒരു ദിവസം താമസിക്കുക. ഞാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത്, നാളെ രാവിലെ ഈ റോഡ് മുഴുവനും രണ്ട് സൈഡിലും ഇവിടുത്തെ സൗദി അറേബ്യക്കാരും ബഹ്റൈനികളും കുവൈറ്റികളും ആരെല്ലാമാണോ ബഹ്റൈനിലുള്ളത്, അവര് അതിരാവിലെ ആടിനെ കഴുത്തറക്കുന്ന ഒരു കാഴ്ച കണ്ട സാറ് നടുങ്ങി തലയുറ്റി വീണ് ചത്തുപോകുന്നു പറഞ്ഞു. അപ്പൊ മൃഗബലി ഇന്ന് ലോകത്തിൽ നടത്തുന്ന ഒരേ ഒരു വിഭാഗം മുസ്ലിങ്ങളാണ്. 17 കോടി ആടുകളെയാണ് ഓരോ ബക്രീദിനും കൊല്ലുന്നത്. അതില് നബി തിരുമേനിയോട് അല്ലാഹു പറഞ്ഞു, നീ നിന്റെ മകനെ ബലി കൊടുക്കാനുള്ള സന്നദ്ധത കാണിച്ചത് കൊണ്ട് നീ നിന്റെ മകനെ ബലി കൊടുക്കേണ്ട, പകരം ഒരാടിനെ ബലി തന്നാൽ മതി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇപ്പോ ബക്രീദ് എന്ന ആടിനെ കൊല്ലൽ നടക്കുന്ന പ്രവർത്തനം. ഞാൻ വെറുതെ മുസ്ലിങ്ങളോട് പറഞ്ഞു നോക്കാം, അല്ലാഹു നബി തിരുമേനിയോട് പറഞ്ഞില്ല എന്ന് വിചാരിക്കുക, നിന്റെ മകനെ ബലി കൊടുക്കണ്ടെന്ന്. അപ്പൊ നബി തിരുമേനി എന്തായിരിക്കും ചെയ്യുക? മനുഷ്യബലിയായിരിക്കും ചെയ്യുക. അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്നു എങ്കിൽ ഇന്ന് ലോക മുസ്ലിങ്ങൾ ബക്രീദ് ദിവസം എന്താകുമായിരുന്നു ചെയ്തത്? ഒന്ന് ചിന്തിച്ചു നോക്കാം. ലോകത്തിലെ 9 മതങ്ങളാണുള്ളത്. ഈ ആരാധനയിലെ ലാളിത്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് നബി തിരുമേനി വരുത്തിയ വിപ്ലവകരമായ മാറ്റം എന്ന് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പറയുന്നുണ്ട്. ഏറ്റവും കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള ആരാധനാക്രമമുള്ളത് മുസ്ലിങ്ങൾക്കാണ്. ഇന്ന് ആലോചിച്ച് നോക്കാം, എല്ലാ ദിവസവും 5 നേരവും നമസ്കരിക്കണം. നിങ്ങൾ സൗദി അറേബ്യയിൽ ഒഴിച്ചുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ മുസ്ലിം വ്യവസായികളോട് ചോദിക്കുക, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണെന്ന്. അവർ പറയും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് നാട്ടുകാരുമാണുള്ളതെന്ന്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ വെക്കാത്തതെന്ന് ചോദിച്ചാൽ, അവർ ഈ നിസ്കാരത്തിന്റെ പേരിൽ 5 പ്രാവശ്യം ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അവരിവിടെ ഉള്ളതും ഇല്ലാത്തതും ഒരേപോലെയാണ്. ഒരു ഹിന്ദുവും 5 പ്രാവശ്യം പുറത്തേക്ക് പോവില്ല. അവൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്ത കമ്പനിയിൽ തന്നെ ഇരിക്കുള്ളൂ. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള 5 നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത് പ്രവർത്തിക്കാൻ സ്വയം ഏൽപ്പിച്ച കമ്പനിക്ക് പോലും പറ്റാത്തതാണ്. മാത്രമല്ല, റംസാൻ പീരീഡിൽ സൂര്യോദയത്തിന് മുമ്പ് മൂക്കറ്റം ഇറച്ചി തിന്നുക, സൂര്യാസ്തമയത്തിന് ശേഷവും മൂക്കറ്റം ഇറച്ചി തിന്നുക, പകല് മുഴുവനും വായിൽ വരുന്ന തുപ്പല് വരെ തുപ്പിക്കളയുക. ഇത് 30 ദിവസം വേണം. ഇത് ലാളിത്യമാർന്ന ആരാധനാക്രമമാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണോ ലാളിത്യം? ഹിന്ദുക്കൾക്ക് അമ്പലത്തിലേക്ക് പോകണമെന്ന് പോലും പറയാറില്ല. അവനവനിൽ തന്നെ ഈശ്വരനുണ്ട്. 5 മിനിറ്റ് രാവിലെയോ വൈകുന്നേരമോ കണ്ണടച്ച് ധ്യാനിക്കുകയോ നാമം ജപിക്കുകയോ ഒരു കീർത്തനം ചൊല്ലുകയോ ചെയ്താൽ മതി എന്നുള്ള ഏറ്റവും ലളിതം എവിടെയാണ്? ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച പള്ളിയിലേക്ക് പോകണം ക്രിസ്ത്യാനികൾക്ക്. അത് സെക്കൻഡ് സിമ്പിളാണ്. പോയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം 17 രൂപ കൊടുത്ത് അച്ഛനുമായിട്ടൊന്ന് മസ്ക് അടിച്ചു കഴിഞ്ഞാൽ പള്ളിക്കാര്യം അവർ ശരിയാക്കിക്കോളും. അപ്പൊ ഏറ്റവും ലളിതമാർന്ന മാർഗമാണ് എന്ന് അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞത്. അടുത്ത പ്രാവശ്യം മലപ്പുറത്ത് അദ്ദേഹം ഇലക്ഷന് നിൽക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ ചിലര് ഇല്ലാത്തതും അല്ലാത്തതും വെറും കയ്യടിക്ക് വേണ്ടി പറയുമ്പോൾ മുസ്ലിം സമൂഹവും മറ്റുള്ളവരും തിരിച്ചറിയണം സത്യമേത് സത്യമല്ലാത്തതേത് എന്നുള്ളത്. അതിനുവേണ്ടി മാത്രം കഴിഞ്ഞ 4, 5, 6 എപ്പിസോഡുകളായിട്ട്
കുറേ മുസ്ലിം യുവാക്കൾ നിർബന്ധിച്ചതനുസരിച്ച് വെല്ലുവിളിച്ചതനുസരിച്ച് കുറേ സന്ദേശങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ഞാൻ വീണ്ടും പറയുന്നു, പലരും എന്നോട് പറഞ്ഞു, സാറിന് ഒരു മതത്തിനോടും എതിർപ്പില്ലെന്ന് സാർ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യും, പക്ഷേ മതത്തിനോട് എതിർപ്പുള്ള രീതിയിൽ പെരുമാറുകയും ചെയ്യും. എല്ലാ മതത്തിലും നന്മകളുണ്ട്, എല്ലാ മതത്തിലും തിന്മകളുണ്ട്. മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റി അല്ല പ്രോബ്ലം ഉണ്ടാക്കുന്നത്, ചർച്ച്യാനിറ്റിയാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. പ്രധാനമന്ത്രി മോഡിയെ കർദിനാൾ തിരുമേനി ചെന്ന് കണ്ടു. ഒരു കാരണവുമില്ല. എന്തായിരിക്കും കാണാൻ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. ഭാരതത്തിലേക്ക് വരുന്ന വിദേശ ഫണ്ടുകളിൽ നിയന്ത്രണം വരുത്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും വിധത്തിലൊക്കെ മാറ്റിക്കിട്ടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ചെയ്തിരിക്കുന്നത്. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതൊന്നുമല്ല. ഗുജറാത്തില് ഭൂമി കുലുക്കം ഉണ്ടായപ്പോ മോഡി അവിടെ ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഭൂമി കുലുക്കം ഉണ്ടായി ഇത്രയും പേര് മരിച്ചതെന്ന് ഭാരതം മുഴുവനും പ്രചരിപ്പിച്ച അതേ ക്രിസ്തുമതത്തിന്റെ അനുയായികളുടെ തലതൊട്ടപ്പനാണ് ഇപ്പൊ ചെന്ന് മോഡിക്ക് ബൊക്കെ കൊടുത്തിരിക്കുന്നത്. അതും തിരിച്ചറിയണം. അവിടുത്തെ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന കാരണത്താലാണ് അവിടെ ഭൂമി കുലുക്കം എർത്തുക്വേക്ക് ഉണ്ടായത് എന്ന് പ്രചരിപ്പിച്ചവര് ഇവിടത്തെ ആരാധ്യനായ സൂസവാക്യം പറഞ്ഞു, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി BJP ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് O രാജഗോപാൽ ജയിക്കാത്തതെന്ന് പറഞ്ഞു. അതേ സമയത്ത് തൃശൂർ അതിരൂപതയുടെ ബിഷപ്പ് സോണിയാഗാന്ധിക്ക് എഴുതി, കാലം മാറുന്നതിനനുസരിച്ച് ഈ ഭാരതത്തിൽ മാറ്റമുണ്ടാക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ എന്നും കോൺഗ്രസിന് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്നൊന്നുമില്ല. അതിന്റെ അർത്ഥം വേണമെങ്കിൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യും, ഞങ്ങളുടെ ഈ മതപരിവർത്തനവും ബാക്കി പ്രവർത്തനങ്ങളും തടഞ്ഞില്ല എങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കാൻ ഏത് വഴിക്കും ഞങ്ങൾ പോകും എന്ന ആ മാനസികാവസ്ഥ, അതിനെ എതിർക്കണ്ടേ? അതിനെ ആരെങ്കിലും ഒരാളെ എതിർക്കണ്ടേ? മുഹമ്മദ് നബിയെ അല്ലല്ലോ എതിർത്തത്. ഇത്രയും ദിവസം ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബിയുടെ തിരുവചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന ഇസ്ലാം സമുദായത്തിൽ നടക്കുന്ന തിന്മകളെക്കുറിച്ച് ഇതേ ഇന്റൻസിറ്റിയോടുകൂടിയോ ഇതിനേക്കാൾ ശക്തമായ ഇന്റൻസിറ്റിയോടുകൂടിയോ അമ്പലങ്ങളിൽ നടക്കുന്ന സ്വർണ്ണ കുടിമരത്തിന്റെ പ്രതിഷ്ഠയും ഭാഗവത സപ്താഹവും അന്നദാനവും വെടിക്കെട്ടും ആനയും ദേവപ്രശ്നവും ഇതേ ശക്തമായ ഭാഷയിൽ എതിർത്തിട്ടുണ്ടെന്നുള്ളത് കൂടി ഓർമ്മിക്കാം. ഇതൊക്കെ എതിർക്കാൻ താനാരാണ് എന്ന് ചോദിച്ചാൽ 10, 48, 50 കൊല്ലം ഈ നാടിന്റെ പൈതൃകം പഠിക്കാൻ ജഗദീശ്വരാനുഗ്രഹം ഉണ്ടായത്, പഠിച്ച് എൻ്റെ ശരീരം മൺമറയുന്നതോടൊപ്പം ആ പഠിച്ചത് മറയാതിരിക്കാൻ കുറേ കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാം. ആര് സ്വീകരിച്ചാലും എനിക്ക് വിരോധമില്ല, ആര് സ്വീകരിച്ചില്ലെങ്കിലും വിരോധമില്ല. അർത്ഥശാസ്ത്രത്തില് ചാണക്യൻ എഴുതിയതുപോലെ, ചാണക്യ നീതിസാരത്തില് വീണ്ടും അത് എഴുതിയതുപോലെ, തിന്മ ചെയ്യുന്നവനും തിന്മയാണെന്ന് ചൂണ്ടിക്കാണിക്കാത്തവനും തിന്മയെ സപ്പോർട്ട് ചെയ്യുന്നവനും തിന്മയെ പരോക്ഷമായിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നവനും എല്ലാവരും തിന്മ ചെയ്യുന്നവർക്ക് തുല്യമായ ശിക്ഷയ്ക്ക് അർഹരാണ്. അതുകൊണ്ട് തിന്മയാണ് എന്നുള്ളത് തിന്മ ചെയ്യുന്നവരെ അറിയിക്കാനുള്ള ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് പലർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരും, ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. എൻ്റെ മനസ്സിൽ രാഷ്ട്രായ സ്വാഹ, രാഷ്ട്രായ ഇദം നമഃ, എൻ്റെ രാഷ്ട്രം പരമപവിത്രമായ ഭാരതം, എൻ്റെ ധർമ്മം ഭാരതീയമായിട്ടുള്ള സനാതനധർമ്മം, ഇതിൻ്റെ അകത്തും പുറത്തും കാണുന്ന നന്മകളെ നന്മയാണെന്ന് പറയുകയും തിന്മകളെ തിന്മയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാനുള്ള ദൗത്യം ജഗദീശ്വരൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ ധരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നു. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. പ്രണാമം, നമസ്കാരം.